ശബരിമല സംഘടിത കവർച്ചയിൽ CPM-നെ പ്രതിക്കൂട്ടിലാക്കുന്ന ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. സ്വർണ്ണ തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നാണ്. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാനുള്ള നിർദ്ദേശം നൽകിയത് പത്മകുമാറാണ്. 2019 ഫെബ്രുവരിയിലായിരുന്നു ഇടപെടലെന്നും SIT-യുടെ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടയിലുള്ള കുറിപ്പ്. സ്വർണ്ണ കവർച്ചയുടെ ബുദ്ധികേന്ദ്രം പത്മകുമാർ എന്നും റിമാൻഡ് റിപ്പോർട്ട് ഉണ്ട്. അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും കുരുക്കിലാണ്. പ്രജിത് മോഹനും ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത്ത്. ഇപ്പോൾ പത്മകുമാറിന്റെ അറസ്റ്റ് ചെന്നെത്തി നിൽക്കുന്നത് പാർട്ടിയിലെ തന്നെ ഉന്നതരിലേക്കാണ്. ഇതിൽ നിന്ന് CPM-ന് ഒരു കാരണവശാലും പുറത്തു പോകാൻ പറ്റില്ല. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തല്ലേ ഉള്ളൂ, പ്രതിയാണെന്ന് ഇപ്പോഴും പറയാൻ സാധിക്കില്ലല്ലോ, ആരോപിതനല്ലേ എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം കൈപ്പടയിൽ മിനിറ്റ്സ് തിരുത്തുക എന്നെല്ലാം പറയുമ്പോൾ വളരെ വലിയൊരു ക്രമക്കേടാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ദേവിക, ഇതിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒന്ന് CPM നേതാവായിട്ടുള്ള പത്മകുമാറാണ് ആദ്യം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ ഈ സ്വർണ്ണപ്പാളിയുടെ പാളികളിൽ സ്വർണം പൂശുന്നതിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരു സ്പോൺസർ ഉണ്ട് എന്നുള്ള കാര്യം ദേവസ്വം ബോർഡ് യോഗത്തെ അറിയിക്കുന്ന. ഈ യോഗത്തിൽ ഇതിലൊരു തീരുമാനമാകാതെ വരികയും ഒരു അപേക്ഷയൊക്കെ വരട്ടെ എന്നുള്ളൊരു കാര്യത്തിലേക്ക്, അങ്ങനെയുള്ളൊരു കൂട്ടായ തീരുമാനത്തിലേക്കൊക്കെ പോവുകയും ചെയ്യുന്നു. ഇതിന് ശേഷമാണ് ഇതിലെ മറ്റ് നടപടികൾ അതിവേഗം ആരംഭിക്കുന്നത്. അതിലൊന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു അപേക്ഷ വരുന്നു. അത് CPM മന്ത്രിയായിട്ടുള്ള ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രന് ഓഫീസിലേക്ക് ഈ അപേക്ഷ ചെല്ലുന്നു. ആ അപേക്ഷ അവിടെ നിന്നും ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. ഈ അപേക്ഷ വരുന്നത് നേരെ ഈ അപേക്ഷ എത്തുന്ന സമയത്ത് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ, ഈ സ്വർണ്ണപ്പാളികൾ കൊടുത്തുവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ ദേവസ്വം ബോർഡിൽ ആരംഭിക്കുകയും ചെയ്യുന്നു. മുരാരി ബാബുവും സുധീഷും N വാസുവും ഒക്കെ നേതൃത്വം നൽകി അവിടെ ഈ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നു. ഫയൽ നീക്കം ആരംഭിക്കുന്നു. ഈ ഫയൽ നീക്കം ആരംഭിക്കുമ്പോൾ തന്നെ സ്വർണ്ണപ്പാളികളെ ചെമ്പെന്ന് മാറ്റി രേഖപ്പെടുത്തുന്നു. അതിന് നേതൃത്വം നൽകുന്നത് CPM നേതാവായിട്ടുള്ള N വാസു. ഈ N വാസു നേതൃത്വം നൽകുമ്പോൾ അതിന് നിർദ്ദേശം നൽകിയിരുന്നത് CPM നേതാവായിട്ടുള്ള പത്മകുമാർ. അങ്ങനെ പത്മകുമാറിന്റെ നിർദ്ദേശാനുസരണം ഈ അപേക്ഷയും സർക്കാരിൽ നിന്ന് ലഭിച്ച അപേക്ഷയും, സർക്കാരിൽ നിന്ന് കൈമാറ്റം ചെയ്ത് ലഭിച്ച അപേക്ഷയും അപേക്ഷയോടൊപ്പം തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ എന്ന നിലയിൽ N വാസുവിന്റെ ഭാഗത്ത് നിന്നുള്ള നോട്ടടക്കവുമായി ഈ രേഖകൾ നേരെ ദേവസ്വം ബോർഡിലേക്ക് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ദേവസ്വം ബോർഡ് യോഗവുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിർണായക കാര്യം എന്നുള്ളത്, ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ കൃത്യമായി സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ തിരുത്തൽ വരുത്തുന്നു, അല്ലെങ്കിൽ പത്മകുമാർ എഴുതി ചേർക്കുന്നു. സ്വർണ്ണപ്പാളികൾക്ക് പകരം അവിടെ എഴുതി ചേർക്കുന്നത് ചെമ്പ് പാളികൾ എന്നുള്ളതാണ്. അങ്ങനെ ദേവസ്വം മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അപേക്ഷ വരുന്നു. ആ അപേക്ഷ ദേവസ്വം ബോർഡിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു. അവിടെ മുരാരി ബാബു മുതൽ N വാസു വരെയുള്ളവരുടെ ഉദ്യോഗസ്ഥലത്തിലുള്ള ഗൂഢാലോചന, സ്വർണ്ണപ്പാളികൾ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നു. പിന്നാലെ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ അജണ്ടയിൽ പത്മകുമാറിന്റെ നേതൃത്വത്തിലും ഈ ചെമ്പെന്ന് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം ആ യോഗം ഈ സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ, ചെമ്പ് പാളികൾ എന്ന പേരിൽ കൊടുത്തുവിടാൻ തീരുമാനവും എടുക്കുന്നു. അങ്ങനെ നടന്നിട്ടുള്ളത് CPM നേതാക്കൾ രചിച്ച ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ കൃത്യമായ സ്വർണ്ണക്കവർച്ചയാണെന്ന് തെളിയുന്നു. ഇവിടെ അന്വേഷണ സംഘത്തിന് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട്. അതിലൊന്ന് ഈ പറയുന്ന രീതിയിൽ സ്വന്തം കൈപ്പടയിൽ പത്മകുമാർ എഴുതിയ കുറിപ്പ്, അല്ലെങ്കിൽ പത്മകുമാർ ഈ യോഗത്തിന്റെ അജണ്ടയിൽ വരുത്തിയിട്ടുള്ള ചെമ്പ് പാളികൾ എന്ന് എഴുതിയത്, അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളുടെ കാര്യങ്ങൾ, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി മറ്റ് സംസ്ഥാനങ്ങളിൽ ഒരേ സമയം യാത്ര നടത്തിയതിന്റെ, അത് ഈ കട്ടിളപ്പാളികളൊക്കെ വിവിധ സംസ്ഥാനങ്ങളെത്തി പ്രദർശിപ്പിക്കുന്നതിന്റെ സാമ്പത്തിക ലാഭം ആ വഴി നേടിയെന്നുള്ളത് കൃത്യമായി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതിൽ ആ കണ്ടെത്തലുകൾ, അതോടൊപ്പമാണ് മറ്റു ഉദ്യോഗസ്ഥരുടെ അടക്കമുള്ള മൊഴികളുണ്ട്. അത് N വാസു വരെയുള്ള എല്ലാവരും പത്മകുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് തങ്ങൾ പെരുമാറിയതെന്നുള്ള മൊഴിയും നൽകിയിട്ടുണ്ട്. അങ്ങനെ CPM നേതാക്കളുടെ നേതൃത്വത്തിൽ നടന്ന വലിയൊരു ഗൂഢാലോചന, അതിൽ ഇനി സംശയത്തിന്റെ നിഴലിലേക്ക് അന്നത്തെ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനും വന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ഏറ്റവും പുതിയ കാര്യം. അങ്ങനെ എല്ലാ തലത്തിലും CPM നേതാക്കൾ മാത്രമുള്ളൊരു തട്ടിപ്പ്, ഒരു കവർച്ച, അതിനുവേണ്ടി ആസൂത്രിതമായി സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസിനെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൂടി സംശയം നിലനിൽക്കുകയാണ്. അത് പത്മകുമാർ നൽകിയ മൊഴിയിൽ കൂടുതൽ പരിശോധനകൾ നടക്കുമ്പോൾ പത്മകുമാറിന്റെ മൊഴി അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അതിലൊക്കെ കൂടുതൽ വ്യക്തത വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്തായാലും ഇതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഗൂഢാലോചനയുടെ എല്ലാ വശങ്ങളിലും CPM നേതാക്കൾ ഉണ്ടായിരുന്നത്. അതിൽ 3 പേരും സംസ്ഥാനത്തെ പ്രമുഖരായിട്ടുള്ള CPM നേതാക്കളാണ് എന്നുള്ളത് കൂടി ഇരിക്കുന്നു. ആ സമയത്ത് CPM-ന് ഒരു തരത്തിലും ഈ സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്തത്തിൽ നിന്ന് കൈ കഴുകി പോകാൻ കഴിയില്ല. ഇനി പാർട്ടി സെക്രട്ടറി എത്രയൊക്കെ പറഞ്ഞാലും ശരി, സ്വർണ്ണക്കവർച്ചയുടെ ഉത്തരവാദിത്തം CPM
തന്നെയാണ് CPM തന്നെയാണ് ശബരിമലയിൽ എൻ വാസുവിനെ കൊണ്ടിരുത്തിയത്. CPM തന്നെയാണ് മുരാരി ബാബുവിന് ശബരിമലയിൽ സർവ്വസ്വാതന്ത്ര്യം അനുവദിച്ചത്. CPM തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ ദേവസ്വം മന്ത്രിയാക്കിയത്. CPM തന്നെയാണ് പത്മകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കി മാറ്റിയതും. ഇതേ CPMലെ മുഖ്യമന്ത്രിക്കും കടകംപള്ളി സുരേന്ദ്രനും ഒക്കെ അടുത്ത ബന്ധമുള്ള ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള തെളിവുകൾ, ചിത്രങ്ങൾ സഹിതവും വന്നു കഴിഞ്ഞു. അങ്ങനെ മൊത്തത്തിൽ ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ CPM മയമാണ്. CPM ഇല്ലാതെ കവർച്ച സാധ്യമാകില്ല എന്നുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും പറഞ്ഞതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPMന് ഒഴിഞ്ഞു മാറാനും കഴിയില്ല. പ്രത്യേകിച്ച് കടകംപള്ളി സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന്റെ ചോദ്യമുനയിലേക്ക് വരുമ്പോൾ അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അതുണ്ടാക്കുന്ന ക്ഷീണം, തിരിച്ചടി, നാണക്കേട് അത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് ശബരിമലയിൽ യുവതീ പ്രവേശന വിവാദമടക്കമുണ്ടാക്കി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വികാരങ്ങളെ നോവിപ്പിച്ച ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ, ശബരിമല അയ്യപ്പന്റെ സ്വത്ത് കവർന്ന കേസിൽ ചോദ്യം മുൻപിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അത് CPMന് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതായിരിക്കും എന്നുള്ള തിരിച്ചറിവ് പാർട്ടിക്കുമുണ്ട്. എന്തായാലും ഇതിൽ മറ്റൊരു വശം കൂടി ഈ ഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഒരു അന്താരാഷ്ട്ര സംഘങ്ങളുടെയൊക്കെ, ഈ സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങളുടെയൊക്കെ ഒരു ഇടപെടൽ ഈ സ്വർണ്ണ കവർച്ചയിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അവിടെ നിലനിൽക്കുന്നുണ്ട്. ആ സംശയത്തിന്റെ പുറത്ത് അന്വേഷണ സംഘം പരിശോധനകളും ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ മൂവാറ്റുപുഴയിലടക്കം നടന്ന പരിശോധനകളും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള നടപടികളിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം ഇടപെട്ടാൽ തീരുമാനിക്കെടുക്കാവുന്ന അല്ലെങ്കിൽ നടപ്പിലാക്കാവുന്നതല്ല സ്വർണ്ണ കവർച്ച എന്നുള്ള മാനത്തിലേക്ക് അത് മാറുകയും ചെയ്യും. അപ്പോൾ CPMന് കൂടുതൽ പ്രതിസന്ധിയാകുകയും ചെയ്യും. കാരണം ഒന്ന്, ശബരിമല യുവതീ പ്രവേശനത്തിലൂടെ കോടിക്കണക്കിന് വരുന്ന ഭക്തരുടെ വികാരങ്ങളെ ഹനിച്ച സംഭവം അല്ലെങ്കിൽ അവരുടെ മതവികാരത്തെ വ്രണപ്പെടുത്തിയ സംഭവം ഇന്നും ആരും മറന്നിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഭക്തർ അത് മറന്നിട്ടില്ല. അതിനൊപ്പമാണ് ഇതേ കാലത്ത് ശബരിമല യുവതീ പ്രവേശന വിവാദമുണ്ടായ അതേ കാലത്ത് സ്വർണ്ണ കവർച്ചയും നടത്തി എന്നുള്ളത് ആസൂത്രിതമായി സ്വർണം കവരാൻ വേണ്ടി ഇത്തരമൊരു വിവാദം അവിടെ സൃഷ്ടിച്ചതാണോ എന്നുള്ള സംശയങ്ങൾ പോലും ജനിപ്പിച്ചിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിലെ ഭക്തരായിട്ടുള്ള മനുഷ്യരുടെ മനസ്സിലുണ്ട്. അവർ ആ ചോദ്യങ്ങൾ എന്തായാലും CPM നേതാക്കൾക്ക് മുന്നിൽ വെക്കും. സ്വാഭാവികമായും തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്ത് നിൽക്കുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്കാണ് പാർട്ടി പോകുന്നതെന്ന് സാരം. ദേവിക, അത് തന്നെയാണ് പ്രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ CPMന് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കാരണം വളരെ പ്രമുഖരായ 2 CPM നേതാക്കളാണ് സംഘടിതമായി സ്വർണ്ണ കവർച്ച നടത്തിയിരിക്കുന്നത്. അവരുടെ പങ്ക് വളരെയധികം വ്യക്തമാണ്. അത് തെളിയിക്കുന്ന നിർണായകമായ തെളിവുകളും കണ്ടെത്തലുകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.